Hi all, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിലെ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി ലാർജ് സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരുന്നത് എന്തായിരുന്നു? പോപ്പുലേഷനെ പറ്റി ഒരു കൺക്ലൂഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ സെലക്ട് ചെയ്യും. ആ സാമ്പിളിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് നമ്മളൊരു കൺക്ലൂഷൻ എത്തിക്കും. സാമ്പിൾ സ്റ്റഡി ചെയ്ത് നമ്മൾ എന്ത് പറയും? ആ പോപ്പുലേഷനെ പറ്റി ഒരു കൺക്ലൂഷൻ പറയും. അപ്പോൾ അതിൽ ആദ്യം ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആയിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്. ഇനി നമ്മൾ എന്തിലേക്ക് പോകാം? സ്മോൾ സാമ്പിൾ ടെസ്റ്റിലേക്ക് പോകാം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്മോൾ സാമ്പിൾ ടി ടെസ്റ്റ് ഫോർ സിംഗിൾ മീൻ ഓഫ് എ നോർമൽ പോപ്പുലേഷൻ. സോ നിങ്ങൾ പോപ്പുലേഷൻ മീനിനെ ഡിനോട്ട് ചെയ്ത ലെറ്റർ മ്യൂ എന്നായിരുന്നു. പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ എന്താ സാമ്പിൾ, നമ്മൾ പോപ്പുലേഷനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഒരു സാമ്പിൾ ചൂസ് ചെയ്യുമല്ലോ, ആ സാമ്പിളിന്റെ സൈസിനെ എന്തായിരുന്നു? സ്മോൾ എൻ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടായിരുന്നു ഡിനോട്ട് ചെയ്തത് അല്ലേ? സാമ്പിൾ സൈസ് എന്തായിരുന്നു? സ്മോൾ എൻ ആയിരുന്നു. അതേപോലെ തന്നെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സാമ്പിൾ മീൻ. പോപ്പുലേഷൻ മീൻ മ്യൂ എന്ന് പറയുന്ന ലെറ്റർ ആയിരുന്നു. എക്സ് ബാർ സാമ്പിൾ മീൻ. അതേപോലെ എസ് എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ഡിനോട്ട് ചെയ്തത്? സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്തത്. അപ്പോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണ്? മീൻ ഓഫ് എ നോർമൽ പോപ്പുലേഷൻ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ പ്രൊസീജിയർ പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? തന്നിരിക്കുന്ന പോപ്പുലേഷൻ മീനിന്റെ വാല്യൂ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ പോപ്പുലേഷൻ മീൻ ചെക്ക് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത്. അതായത് തന്നിട്ടുള്ള പോപ്പുലേഷന്റെ മീൻ എന്താണോ, ശരിയാണോ തെറ്റാണോ അല്ലെ? ടു ചെക്ക് വെദർ ദ ഗിവൺ പോപ്പുലേഷൻ മീൻ ഈസ് ട്രൂ ഓർ ഫോൾസ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിഫൈൻ ദ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും എന്ത് ചെയ്യാണ്? ഡിഫൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അല്ലെ? ഡിഫൈൻ null hypothesis H0 and the alternative hypothesis HA. അപ്പോൾ null hypothesis അപ്പോൾ എങ്ങനെയായിരുന്നു? null നമ്മൾ പോപ്പുലേഷൻ മീൻ ആണ് ചെക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ null hypothesis എടുക്കുക. എങ്ങനെയാണ്? H0 mu equal to mu naught എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ എന്തെടുക്കുക? null hypothesis എടുക്കുക. ആ മ്യൂ നോട്ട് നമുക്ക് എന്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന മീൻ്റെ വാല്യൂ ആയിരിക്കും എന്ന് പറയുന്നത് മ്യൂ നോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എടുക്കുന്നതിന് 3 കേസാണ് ഉള്ളത്. അതായത് നിങ്ങൾ 1 tail 2 tail എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് HA എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഡിനോട്ട് ചെയ്തത്. സോ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് HA ഈക്വൽ ടു മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നമ്മൾ എന്താ ഡിഫൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണെന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആണെന്ന്, മ്യൂ നോട്ട് ഈക്വൽ ടു വരുന്ന കേസ് നമ്മൾ ഏത് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു? 2 tailed ടെസ്റ്റ് എന്നും ബാക്കി 2 കേസ് 1 tailed ടെസ്റ്റ്. മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈൽഡ് ആൻഡ് മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ്. ഓക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ഡിഫൈൻ ചെയ്യുക? നമ്മുടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും നൾ ഹൈപ്പോത്തിസിസും ഡിഫൈൻ ചെയ്യുക ബേസ്ഡ് ഓൺ നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ദെൻ what is second step? Second step is decide the test criteria. So ഇത് ജനറൽ ആയിട്ട് ഞാൻ ഈ പറയുന്ന പ്രൊസീജിയർ ജനറൽ ആയിട്ട് ലാർജ് സാമ്പിൾ ടെസ്റ്റിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ സ്മോൾ സാമ്പിൾ ടെസ്റ്റിനും ഫോളോ ചെയ്യാം. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ടെസ്റ്റ് ക്രൈറ്റീരിയ ഡിസൈഡ് ചെയ്യുക. സോ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണോ? ഇസഡ് ടെസ്റ്റ് ആണോ, ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ
ലാർജ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്തത്. സ്മോൾ സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ടി ടെസ്റ്റ് ആണ്. സോ the second step is decide the test criteria. So ഇസഡ് ടെസ്റ്റ് ആണോ ഓർ ടി ടെസ്റ്റ് ആണോ എന്ന് എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇതെങ്ങനെ ഡിസൈഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സാമ്പിൾ നോക്കിയിട്ടാണ്. നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ഏത് ടെസ്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇഫ് സാമ്പിൾ സൈസ് ലാർജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് ഫോളോ ചെയ്യണം, ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യണം. ഇഫ് സാമ്പിൾ സൈസ് ഈസ് ലാർജ് യൂസ് ഇസഡ് ടെസ്റ്റ്. ഇനി സിഗ്മ അറിയില്ല. സിഗ്മ എന്നാൽ എന്തായിരുന്നു? സിഗ്മ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്ന് പറയുന്നത് സിഗ്മ എന്ന് പറയുന്നത്, അല്ലേ? സോ സെക്കൻഡ് കേസ് ടെസ്റ്റ് ഡിസൈഡ് ചെയ്യാനുള്ള സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇഫ് സിഗ്മ അറിയാം, ബട്ട് സിഗ്മ അറിയാമെന്നുണ്ടെങ്കിൽ സാമ്പിള് ലാർജ് ആണെന്നുണ്ടെങ്കിലും സ്മോൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് ടെസ്റ്റ് യൂസ് ചെയ്യാം, ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സാമ്പിൾ ലാർജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തേ പറ്റുള്ളൂ, ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇഫ് സിഗ്മ ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോപ്പുലേഷൻ, സോ if sigma is known, then use ഇസഡ് ടെസ്റ്റ്. ഇതിപ്പോ സ്മോൾ സാമ്പിൾ ആണെന്നുണ്ടെങ്കിലോ, സാമ്പിൾ സ്മോളോ ലാർജോ എന്തോ ആയിക്കോട്ടെ, സിഗ്മ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യുക, ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യുക. തേർഡ് കേസ് എന്ന് പറയുന്നത് if sigma is unknown and small sample, use the t test. സിഗ്മ അറിയില്ല, സിഗ്മ is unknown and small sample, then use t test. സോ എങ്ങനെയാണ് സാമ്പിൾ സ്മാൾ ആണോ ലാർജ് ആണോ എന്നറിയാം. നമ്മളെ സാമ്പിളിന്റെ സൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു 30 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക ഒരു സ്മാൾ സാമ്പിൾ ആയിട്ടാണ്. സോ ഇഫ് സാമ്പിൾ സൈസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13, then the sample is a small sample. So if sigma is unknown and small sample, use t test. So ഈ 3 കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ഏത് വേണമെന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ്? ഇഫ് സാമ്പിൾ സൈസ് ലാർജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യുക. ഈ സിഗ്മ അറിയാന്നുണ്ടെങ്കിൽ ഏത് ടെസ്റ്റ് മതി നമുക്ക്, ഇസഡ് ടെസ്റ്റ് മതി. അവിടെ നമ്മൾ എന്ത് നോക്കില്ല, സാമ്പിളിന്റെ സൈസ് ഒന്നും നോക്കില്ല, സാമ്പിൾ ലാർജ് ആണോ സ്മോൾ ആണോ എന്ന് നോക്കില്ല, അവിടെ നമ്മൾ ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യും. ഇനി സിഗ്മ അറിയില്ല, നമ്മളെ സാമ്പിൾ സൈസ് എന്താണ്, സ്മോൾ ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യും, ടി ടെസ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ടി ടെസ്റ്റ് ആണോ ഇസഡ് ടെസ്റ്റ് ആണോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ്, find the level of significance and degree of freedom. So the third step is to specify the level of significance alpha and degrees of freedom. അപ്പോൾ എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഓരോന്നായിട്ട് നോക്കാം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത ലെറ്റർ എന്തായിരുന്നു, ആൽഫ എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എന്ന് വെച്ചാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് വെൻ ഇറ്റ് ഈസ് ട്രൂ. അതായത് നമ്മുടെ നൾ ഹൈപ്പോത്തിസിനെ റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. എപ്പോഴാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിനെ റിജക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണ്, ബട്ട് നമ്മൾ എന്തിനെ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ആ റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അതാണ് എന്തെന്ന് പറയുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഓർ ആൽഫ എന്ന് കൊണ്ട് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് rejecting H naught when it is true.
ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ യൂഷ്വലി ഇപ്പം ആൽഫ ഈക്വൽ ടു 5% എന്ന് പറഞ്ഞാൽ, ആൽഫ ഈക്വൽ ടു 5% എന്ന് പറഞ്ഞാൽ നമ്മുടെ എച്ച് നോട്ട് ഒരു 100 ടൈംസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര പ്രാവശ്യം നമ്മൾ റിജക്ട് ചെയ്യുന്നു, 5 ടൈംസ് അതിനെ എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു. അതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. നമ്മൾ എച്ച് നോട്ട് ട്രൂ ആണ്, ബട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു. ആ റിജക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് വിളിക്കുക. ഇനി ക്വസ്റ്റിനകത്ത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കുക, 5% എന്നുള്ള കണക്കിൽ എടുക്കുക. 5% ഓർ 0.05. സോ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, DOF എന്ന് പറഞ്ഞ് ഷോർട്ട് ആയിട്ട് എടുക്കാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മാക്സിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വാല്യൂസ് ദാറ്റ് ഹാവ് ദ ഫ്രീഡം ടു വേരി. എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ, മാക്സിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വാല്യൂസ് that have the freedom to vary. So degree of freedom means എന്താണ്, മാറാൻ എന്താണ് സ്വാതന്ത്ര്യമുള്ള, ഫ്രീഡമുള്ള മാക്സിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചേഞ്ച് ആവാൻ എന്താണ് ഫ്രീഡം ഉള്ള മാക്സിമം എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്, മാക്സിമം നമ്പർ ഓഫ് എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻസ് വേരിയൻസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ടോട്ടൽ ഒബ്സർവേഷൻ എന്താണോ അതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യും, നമ്പർ ഓഫ് കൺസ്ട്രെയിൻസിനെ മൈനസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ഇസഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഫോർ ഇസഡ് ടെസ്റ്റ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റി ആണ്. For t-test, degrees of freedom is n-1, where n is the sample size. അപ്പോൾ z ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആയിരിക്കും. ഫോർ ടി ടെസ്റ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, n-1 ആയിരിക്കും. സോ തേർഡ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് calculate the formula values. നമ്മൾ എന്ത് ചെയ്യുക, ഫോർമുല വാല്യൂസ്, ടെസ്റ്റ് സ്റ്റാറ്റിക്സിന്റെ വാല്യൂ എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക. ഇഫ് ടെസ്റ്റ് എന്താണ്, ഇസഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു, ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ ഇസഡ് ടെസ്റ്റ് പഠിച്ചു. എന്താണ്, എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പഠിച്ചിട്ടുണ്ട്, ലാർജ് സാമ്പിളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്മോൾ സാമ്പിളിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞാനിവിടെ സ്മാൾ സാമ്പിളിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ സ്മാൾ സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിക്സ് ടീന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ലാർജിൽ പഠിച്ച ഇസഡിൽ പഠിച്ച അതേ ഫോർമുല തന്നെയാണ്. എന്താണ്, എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് എൻ. ഈ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ ആരെ കണ്ടുപിടിക്കുന്നത്, കാൽക്കുലേറ്റഡ് ആയിട്ട് ടെസ്റ്റ് സ്റ്റാറ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് എൻ എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്തുകൊണ്ടാണ്. അതിൽ നമുക്കറിയാം, ഓരോ ആൾക്കാരെ നമുക്കറിയാം, എക്സ് ബാർ എന്താണ്, എക്സ് ബാർ ഈസ് ദ സാമ്പിൾ മീൻ, മ്യൂ നോട്ട് ഈസ് ദ പോപ്പുലേഷൻ മീൻ, എസ് ഈസ് ദ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് എൻ ഈസ് ദ സാമ്പിൾ സൈസ്. സോ ഇങ്ങനെ എസ് ബാർ കണ്ടുപിടിക്കാം നമുക്ക്. അല്ലെങ്കിൽ സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം, എസ് സ്ക്വയർ. ഇപ്പൊ നമുക്ക് സെറ്റ് ഓഫ് ഒബ്സർവേഷൻ തരികയാണ്. ഇപ്പം ഈ സാമ്പിൾ വേരിയൻസോ ഒന്നും ഡയറക്റ്റ് പറയുന്നില്ല, സെറ്റ് ഓഫ് ഒബ്സർവേഷൻ തരികയാണ്, x1 x2 എക്സെട്ര xn ഒരു സ്മോൾ സാമ്പിൾ സൈസിൽ എന്ത് തരികയാണ്, സെറ്റ് ഓഫ് ഒബ്സർവേഷൻ തരികയാണ്. ആ ഒബ്സർവേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേരിയൻസ്, സാമ്പിൾ വേരിയൻസ് കണ്ടുപിടിക്കാം. സോ ഈ ഫോർമുല യൂസ് ചെയ്യാതെ 1/n-1 ഇൻറ്റു സമ്മേഷൻ i from 1 to n xi minus x bar the whole square, ഈ ഫോർമുല യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, n/n-1 ഇൻറ്റു സമ്മേഷൻ
xi² ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇതിലേതെങ്കിലും ഒരു ഫോമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? നമ്മുടെ s², സാമ്പിൾ വേരിയൻസ് കിട്ടും. ദെൻ അതിന് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സോ നമ്മളെ നാലാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ടെസ്റ്റ് സ്റ്റാറ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ടി ടെസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ടി ഈക്വൽ ടു എക്സ് ബാർ മൈനസ് ന്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് n എന്ന് പറയുന്ന ഫോമുല നമുക്ക് യൂസ് ചെയ്യാം. സോ ടെസ്റ്റ് സ്റ്റാറ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഫൈൻഡ് ദ ടേബിൾ വാല്യൂ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ടി ടെസ്റ്റിന്റെ ടേബിൾ ഉണ്ടാവും. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ ടേബിളിൽ നോക്കിയിട്ട് എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ കണ്ടുപിടിക്കണം. ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ fifth step is find table value. Find table value depends on alpha and d of. Find table value depends on alpha, level of significance and degrees of freedom. ഇതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യുക? ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ടേബിൾ വാല്യൂ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിച്ചു. നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചു. ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രണ്ടിനോടെ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് പറയാം? നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്താം. സോ അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്യുക? കൺക്ലൂഡ് ചെയ്യുക. ഇതെങ്ങനെ കൺക്ലൂഷൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ഫോമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് ഈ വാല്യൂവിനെ ഞാൻ സി വി എന്ന്, കാൽക്കുലേറ്റഡ് വാല്യൂ സി വി എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് ഒന്ന് ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ ആണേ? ടേബിൾ വാല്യൂവിനെ ടി വി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാണ് തൽക്കാലത്തേക്ക്. സോ ഫോമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ച വാല്യൂ ദാറ്റ് ഈസ് സി വി, കാൽക്കുലേറ്റഡ് വാല്യൂ ആൻഡ് ദ ടേബിൾ വാല്യൂ ഇസ് ടി വി. സോ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി ലെസ് ദാൻ ടേബിൾ വാല്യൂ. ഇങ്ങനെ നോക്കേണ്ടതാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ന്യൂമറിക്കലി less than table value. Calculated value numerically less than table value ആണോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ calculated value numerically less than table value ആണെന്നുണ്ടെങ്കിൽ accept the null hypothesis. Accept the null hypothesis. അപ്പൊ ന്യൂമറിക്കലി മതി. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണ്ട? നിങ്ങളിപ്പം കാൽക്കുലേറ്റഡ് വാല്യൂ ഫോമുല യൂസ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കും. അവിടെ സൈൻ ഒക്കെ വരും. സൈൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ, സൈൻ പ്ലസോ മൈനസോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് സൈൻ നമുക്ക് അവിടെ ഒഴിവാക്കാം. ജസ്റ്റ് ആ വാല്യൂ എടുക്കുക, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എടുക്കുക, ടേബിൾ വാല്യൂ എടുക്കുക. രണ്ടും കൂടെ എന്ത് ചെയ്യുക? ടേബിൾ വാല്യൂന്റെ ന്യൂമറിക്കൽ, ടേബിളിന്റെയും ടേബിളിൽ നിന്ന് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ, ഫോമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ എടുക്കുക. രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. If calculated value is numerically less than table value, then accept H naught, accept the null hypothesis. If calculated values, if calculated value is numerically greater than table value, then reject H naught. രണ്ട് കണ്ടീഷൻ ആണ്. എന്താണ്? ഏത് ടൈൽ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും, ഏതാ 1 tailed ആണെന്നുണ്ടെങ്കിലും 2 tailed ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി. If calculated value is numerically less than the table value, then accept the null hypothesis. If calculated value is numerically greater than table value, if calculated value is numerically greater than table value, then reject H naught. Reject H naught. ഇതേ സാധനം തന്നെ നമുക്ക് എവിടെയും ചെയ്യാം. നമ്മുടെ ലാർജ് സാമ്പിൾ ടെസ്റ്റിലും ചെയ്യാം. അവിടെ ടെസ്റ്റ് സ്റ്റാറ്റിക്സ് ടി വന്നതിന് പകരം ഇസഡ് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്താലും മതി. 1 tail ആണെന്നുണ്ടെങ്കിലും 2 tail ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി. സ്റ്റെപ്സ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് define the null hypothesis and alternate hypothesis based on the question. Then the second step is decide the test criteria. സാമ്പിൾ നോക്കുക. സാമ്പിൾ സൈസ് ലാർജ് ആണെന്നുണ്ടെങ്കിൽ Z ടെസ്റ്റ് ഫോളോ ചെയ്യുക. ഇഫ് സിഗ്മ അറിയാമെന്നുണ്ടെങ്കിൽ സാമ്പിൾ നോക്കേണ്ട കാര്യമില്ല. ലാർജ് ആണോ സ്മോൾ ആണോ നോക്കേണ്ട കാര്യമില്ല. യൂസ് Z ടെസ്റ്റ്. ഇഫ് സിഗ്മ is unknown, sigma is
പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണെന്നുണ്ടെങ്കിൽ, സ്മോൾ സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ഫോളോ ചെയ്യുക? ടി ടെസ്റ്റ് ഫോളോ ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡവും സ്പെസിഫൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫോർമുല വാല്യൂ, ടെസ്റ്റ് സ്റ്റാറ്റിക്സിന്റെ വാല്യൂ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ പറഞ്ഞു വെച്ച ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡവും യൂസ് ചെയ്ത് എന്താണ് ടിയുടെ ടേബിൾ നോക്കി, ടി ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ നോക്കിയിട്ട് ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? കൺക്ലൂഷനിലേക്ക് എത്തുക. സോ എങ്ങനെ കൺക്ലൂഷനിൽ എത്തുക? ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ന്യൂമറിക്കലി ലെസ് ദാൻ ടേബിൾ വാല്യൂ, then accept the null hypothesis. If calculated value is numerically greater than table value, reject the null hypothesis. സോ ഒന്നുകൂടെ പറയാം, എന്താണ് ന്യൂമറിക്കലി മീൻസ്? ജസ്റ്റ് വാല്യൂ മാത്രം, സൈൻ നമുക്ക് ഒഴിവാക്കാം, ജസ്റ്റ് അവിടെ വാല്യൂ എന്താണോ അത് മാത്രം എടുത്താൽ മതി, സൈൻ നോക്കേണ്ട കാര്യമില്ല. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടി ടെസ്റ്റിന്റെ ടേബിൾ എന്ന് പറയുന്നത്. സോ ഇത് പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു തരാം. So this is the first question. A sample of 20 items has a mean 42 units and standard deviation 5 units. Test the hypothesis that it's a random sample from a normal population with a mean 46 units. So നമ്മൾ ഇവിടെ എന്ത് ചെക്ക് ചെയ്യാനാ? മീൻ ചെക്ക് ചെയ്യാനാ, പോപ്പുലേഷൻ മീൻ ചെക്ക് ചെയ്യാനാ. തന്നിരിക്കുന്ന പോപ്പുലേഷൻ മീൻ ശരിയാണോ തെറ്റാണോ അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ നമ്മളെ പ്രൊസീജിയർ ഓരോന്നായിട്ട് ഓർത്ത് എന്ത് ചെയ്യുക? ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സോ നമുക്കിതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്തായിരുന്നു? നമ്മുടെ ഹൈപ്പോത്തിസിസ് എഴുതുക. നമ്മുടെ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും എന്താണെന്ന് എഴുതുക. അതിന് മുന്നേ ബിഫോർ ദാറ്റ് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുക. എ സാമ്പിൾ ഓഫ് 20 items. സാമ്പിൾ ഓഫ് 20 items മീൻസ് എന്താണ്? n. സാമ്പിൾ സൈസ് n ഈസ് 20. സോ ഇതെന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണ്. സോ സാമ്പിൾ സ്മോൾ സാമ്പിൾ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണ്. സാമ്പിൾ സൈസ് 20 ഉള്ളൂ. എന്താണത്? സ്മോൾ സാമ്പിൾ ആണ്. സോ എ സാമ്പിൾ ഓഫ് 20 ഐറ്റം ഹാസ് എ മീൻ 42 യൂണിറ്റ്. തന്നിരിക്കുന്നത് ആരുടെ മീനാ? സാമ്പിൾ മീനാ. സോ യൂസ് എക്സ് ബാർ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 42 യൂണിറ്റ്സ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇവിടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സോ എസ് ഈക്വൽ ടു 5. So test the hypothesis that it's a random sample from a normal population with the mean 46. നമ്മളെടുത്ത സാമ്പിൾ മീൻ സാമ്പിളിന്റെ ആ പോപ്പുലേഷൻ മീൻ എന്താകുമോ? 46 ആകുമോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എച്ച് നോട്ട് എങ്ങനെ എഴുതാം? എച്ച് നോട്ട് ഈക്വൽ ടു മ്യൂ ഈക്വൽ ടു 46 മീൻ 46 ആകുമോ എന്നല്ലേ ചോദ്യം. സോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എച്ച് എന്തെഴുതണം? മ്യൂ നോട്ട് ഈക്വൽ ടു 46. So mu naught is 46. Mu naught equal to 46 and mu equal to 46. ഇപ്പോൾ ലെഫ്റ്റ് ടൈൽഡ് റൈറ്റ് ടൈൽഡ് അല്ലെങ്കിൽ വൺ ടൈൽഡ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് ഇവിടെ ഉണ്ടാകും, നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉണ്ടാകും. അപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? വൺ ടൈൽഡോ ടു ടൈൽഡോ യൂസ് ചെയ്യേണ്ടത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. സോ ഇതെന്താണ്? ഇത് ടു ടൈൽഡ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താണ്? നമ്മൾ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും എഴുതി. ദെൻ ഡിസൈഡ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻ. സോ ഇവിടെ എന്തില്ല? സാമ്പിൾ സ്മോൾ സാമ്പിൾ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടോ നോക്കുക. സോ ഇവിടെ തന്നിട്ടില്ലല്ലോ. സോ നമുക്ക് എന്ത് പറയാം? ഇത് സ്മോൾ സാമ്പിൾ ആണ്. സിഗ്മ എന്താണ്? അൺനോൺ ആണ് അല്ലേ? സിഗ്മ ഈസ് അൺനോൺ ആൻഡ് small sample. Sigma is unknown and small sample. So we can use t-test. We can use t-test. So find the value of test statistics using t equal to x bar minus mu naught by s by root n. So here x bar is 42.
x bar is 42. So 42 minus mu naught is 46. 42 minus 46 by, what is the value of s? Here s is 5. 5 by root 20. Here 20 is a sample size. So what is, so minus 4 by 5 by root 20. So minus 4 by 5 by root 20. Minus 5 by root 20. So value of t is minus 3.577 something. So ഇതാണ് നമുക്ക് ടീൻ്റെ വാല്യൂ കിട്ടുക. കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് കിട്ടുക t ഈക്വൽ ടു മൈനസ് 3.577 ആണ്. സോ നമ്മൾ ഫോർമുല വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, സിഗ്നിഫിക്കൻറ്റ് ലെവൽ തന്നിട്ടില്ല. സോ നമുക്ക് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡവും വേണം അല്ലേ? സോ level of significance is not given, so choose it as 5%, so 0.05. And degree of freedom for t-test, degree of freedom is n minus 1. Here n is 20, so 20 minus 1, 90. So using this alpha and degree of freedom, find the table value. So എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ടേബിളിൽ നിന്ന് 5% ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 19 എന്താണ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ 19 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ഒന്ന് ഓർക്കുക, നമ്മുടെ ടെസ്റ്റ് ഇവിടെ എന്ത് ടെസ്റ്റ് ആണ്? ഒരു ടെസ്റ്റ് ഈസ് ടു ടൈൽഡ് ആണ്. സോ നമ്മൾ ടേബിളിലേക്ക് നോക്കാം. നമ്മുടെ ടേബിളിലേക്ക് നോക്കുമ്പോൾ അവിടെ ടു ടൈൽഡും വൺ ടൈൽഡും എന്ത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കുക. എന്താ ഡിഗ്രി ഓഫ് ഫ്രീഡം? 19 അല്ലേ? സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 19. ആ 19 കറസ്പോണ്ടിങ് ആയിട്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ടു ടൈൽഡിലെ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പം സെക്കൻഡ് കോളം നോക്കണം അല്ലേ? ദെൻ 19 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അതല്ലേ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. എന്താ നമ്മുടെ വാല്യൂ വരിക? ടു ടൈൽഡിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 19. ടേബിൾ വാല്യൂ എന്താണ്? 2.093. സോ ടേബിൾ വാല്യൂ ഈസ് 2.093 എന്ന് പറഞ്ഞ് കിട്ടും നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ. സോ table value of t is 2.093. then compare the numerical value of formula value and table value അല്ലേ? so calculated value എന്ന് പറഞ്ഞാൽ CV എന്ന് എഴുതാം. numerical value, calculated valueന്റെ numerical value എന്താണ്? 3.577 ആണ്. then table value of t എന്ന് പറഞ്ഞാൽ 2.093 ആണ്. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ന്യൂമറിക്കൽ വാല്യൂ, ഫോർമുല വാല്യൂന്റെ ന്യൂമറിക്കൽ വാല്യൂ 3.577 ഈസ് ഗ്രേറ്റർ ദാൻ 2.093 ആണ്. സോ നമ്മൾ എന്ത് ഡിസിഷനിലെത്തും? If calculated value is numerically greater than table value, then reject the null hypothesis. So here we got calculated value is numerically greater than table value. So what is the conclusion? Reject H naught. So ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് കണ്ടീഷൻസ് ഇങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഓരോ ടെസ്റ്റിനും ഓരോ കണ്ടീഷൻസ് പഠിക്കുമ്പോൾ, അതായത് വൺ ടൈൽഡിന് ഒരു കണ്ടീഷൻ, ടു ടൈൽഡിന് ഒരു കണ്ടീഷൻ എന്നൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഒറ്റ കണ്ടീഷൻ വൺ ടൈൽഡിനായാലും ടു ടൈൽഡിനായാലും ടി ടെസ്റ്റിനാണെന്നുണ്ടെങ്കിലും ഇസഡ് ടെസ്റ്റിനാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ കണ്ടീഷൻ പഠിച്ചാൽ മതി.
condition ഒന്നുകൂടെ പറയാം. If calculated value is numerically less than table value, then accept the null hypothesis. If calculated value is numerically greater than table value, then reject the null hypothesis. ഇങ്ങനെയാണ് നമ്മൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നത്. So this is the next question, second question. So second question. So the question is, a machinist is expected to make engine parts with axle diameter of 1.75 centimeter. A random sample of 10 parts shows a mean diameter of 1.85 centimeter with a standard deviation of 0.1 centimeter. On the basis of this sample, would you say that the work of the machinist is inferior? Thus, at 5% significance level and 1% significance level. So, what is the question? Would you say that the work of the machinist is inferior? Inferior means inferior. ഇവിടെ inferior എന്ന് കാണുമ്പോൾ എന്താണ് inferior മീൻ എന്താണ്? നിങ്ങൾ inferior, superior, inferior എന്ന് താഴ്ന്നത്, superior കൂടിയത്, ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള. ബട്ട് ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ inferior കൺസിഡർ ചെയ്യുക എന്താണ്? ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ, ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നോർമൽ മീനിങ് അല്ല ഇവിടെ എന്തിനുള്ളത്, ഈ ഇൻഫീരിയറിനുള്ളത്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? would you say that the work of the machinist is inferior എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. Inferior means the diameter is more than 1.75. ഡയമീറ്റർ എന്താവോ 1.75നേക്കാളും കൂടുതലാകുമോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. സോ മോർ ദാൻ എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. സോ ദ ടെസ്റ്റ് ഈസ് വൺ ടെയിൽഡ് ടെസ്റ്റ് ആണ്. സോ അപ്പോൾ നമ്മളവിടെ ഫസ്റ്റ് നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും എഴുതുക. എച്ച് നോട്ട് ഈസ് മ്യൂ. എച്ച് നോട്ട് എഴുതേണ്ടത് എന്താണ്? മ്യൂ ഈക്വൽ ടു mu naught is here 1.75, mu equal to 1.75, and the alternate hypothesis H is mu greater than 1.75, not less than. Inferior ഉണ്ടെന്ന് കരുതി എന്തല്ല less than അല്ല for this question, because we want to check whether the mean diameter has increased. Inferior work ആണോ, mean diameter എന്ത് increase ചെയ്തോ എന്നാ ചോദ്യം അല്ലേ? സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഇൻഫിയർ വന്നിട്ട് എന്തുകൊണ്ട് ഗ്രേറ്റർ ദാൻ എടുത്തില്ല. സോ ഇതൊരു മാനുഫാക്ചറിങ് കോണ്ടെക്സ്റ്റ് അല്ലേ. സോ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇൻഫീരിയർ മീൻസ് നമ്മുടെ ടാർജന്റ് എന്താ? ആക്സിൽ ഡയമീറ്റർ 1.75. അപ്പോൾ നമ്മൾ സാമ്പിൾ എടുത്തപ്പോൾ അപ്പോൾ 10 സാമ്പിൾ എടുത്തപ്പോൾ 10 പാർട്സിന്റെ ഒരു സാമ്പിൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഡയമീറ്റർ 1.85 ആണ്. സോ അതെന്ന് പറയുന്നത് എന്താണ്? ആ മീൻ ഡയമീറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ നമ്മുടെ എന്താണ് ടാർജറ്റ് ആയ 1.75നേക്കാളും വലുതല്ലേ 1.85 എന്ന് പറയുന്നത്. ഇപ്പോ ആക്സിൽ ഡയമീറ്റർ സ്റ്റാൻഡേർഡ് പാർട്ടിനേക്കാളും എന്താണ് കൂടുതലാണെങ്കിൽ, വലുതാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, നമുക്ക് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യില്ലല്ലോ. സോ ഇവിടെ ഈ അതിന്റെ ക്വാളിറ്റി ആണ് ഇൻഫീരിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻഫീരിയർ മീൻസ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇൻഫീരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓവർ സൈസ്ഡ്, അതായത് ഈ മീൻസ് മോർ ദാൻ ദ സ്റ്റാൻഡേർഡ്. നമ്മൾ നോർമലി എന്താണ് ഇൻഫീരിയർ ന്യൂമറിക്കലി എന്താണ് സ്മാളർ, നോട്ട് മീൻ ന്യൂമറിക്കലി സ്മാളർ, ഇറ്റ് മീൻസ് ഇൻഫീരിയർ ക്വാളിറ്റി എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദിസ് സിറ്റുവേഷൻ.
സോ ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്ക്, സാലറി, സ്കോർ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇൻഫീരിയർ എന്താണ് യൂഷ്വലി മീൻസ് ലെസ്. ഇൻ ഡയമീറ്റർ ഓർ മാനുഫാക്ചറിങ് ടോളറൻസ് ഇൻഫീരിയർ മീൻസ് നോട്ട് ഇൻ സ്റ്റാൻഡേർഡ് സൈസ് യൂഷ്വലി ബിഗർ എന്ന് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഈ കേസിൽ എന്താണ് സാമ്പിൾ മീൻ ഈസ് ബിഗർ ദാൻ ദ ടാർഗറ്റ്. സോ ദ ഡയറക്ഷൻ എന്ന് വരും മ്യൂ ഗ്രേറ്റർ ദാൻ 1.75 എന്ന് വരും. സോ റൈറ്റ് ടൈൽഡ് ആയിരിക്കും. സോ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എച്ച് നോട്ട് മ്യൂ ഈക്വൽ ടു 1.75 വരും. അതേപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് മ്യൂ ഗ്രേറ്റർ ദാൻ 1.75 വരും. Then what is the next step? നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എഴുതി, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എഴുതി. ദെൻ എന്ത് കിട്ടി? ഇത് വൺ ടൈൽഡ് റൈറ്റ് ടൈൽ ടെസ്റ്റ് ആണ് അല്ലേ? സോ നമുക്ക് തന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്നും ഇപ്പുറക്കൊക്കെ മാറുകയാണ്. So mu naught is the population mean. Mu naught is 1.75 centimeter. Random sample of size n. So random sample of size n ആണ്. N is 10. So this is less than 30. So samples എന്താണ്? Small sample ആണ് അല്ലേ? Less than 30 ആണ്. So നമുക്ക് എന്ത് പറയാം? Small sample ആണ്. Less than 30 ആയതുകൊണ്ട് small sample എന്ന് പറയാം. With mean diameter. So അവിടെ തന്നിരിക്കുന്നത് x bar is 1.85 centimeter and standard deviation അവിടെ തന്നിരിക്കുന്നത് s സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. So that is 0.1. സോ നമുക്കിനി എന്ത് ചെക്ക് ചെയ്യാം? നമ്മൾ ഹൈപ്പോസിസ് എഴുതി, നൾ ഹൈപ്പോസിസ് എഴുതി, ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് എഴുതി. അപ്പൊ നോക്കുക അതിന് ടെസ്റ്റ് ഡിസൈഡ് ചെയ്യണം. ഇസഡ് ടെസ്റ്റ് ആണോ ടി ടെസ്റ്റ് ആണോ? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പോപ്പുലേഷൻ standard deviation is not given and the sample size is small, so use t-test. So t-test in the value, find the test statistics. T is equal to x bar minus mu naught by s by root n use ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എന്താ വരിക? x bar sample mean 1.85 minus x naught 1 mu naught is 1.75 divided by SS എന്തായിരുന്നു? 0.1 divided by root 10. So simplify ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക t equal to 3.162 എന്ന് പറഞ്ഞു വരും. t equal to 3.162 എന്ന് പറഞ്ഞു വരും. Then നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റിലും ആൻഡ് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റിലുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. സോ ചെക്ക് ചെയ്യണമെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം DOF. How to find degrees of freedom? For t-test it is n-1. n is 10 minus 1 degrees of freedom എന്ത് വരും? 9 വരും. ആൻഡ് നമുക്ക് ഓരോ കേസിലും ഫസ്റ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 9 ആണ്. നമുക്ക് രണ്ടായിട്ട് തന്നെ കണ്ടുപിടിക്കാം. ആൽഫ ഈക്വൽ ടു 5% ആൻഡ് ആൽഫ ഈക്വൽ ടു 1%ലും നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. നമുക്കിനി ടേബിൾ വാല്യൂ നോക്കാം. ടേബിൾ വാല്യൂ എന്ത് നോക്കണം? 5% നോക്കണം വിത്ത് കറസ്പോണ്ടിങ് ടു ഡിഗ്രി ഓഫ് ഫ്രീഡം 9 ആൻഡ് 1% നോക്കണം. അപ്പോൾ നമുക്ക് ടേബിൾ വാല്യൂ നോക്കാം. ടേബിൾ വാല്യൂ നോക്കുമ്പോൾ നമ്മുടെ ടെസ്റ്റ് ഏത് ടെസ്റ്റ് ആണ്? വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. സോ ആ വൺ ടൈൽഡ് ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നോക്കുക. ദെൻ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം 9 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം 9 വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി വാല്യൂസ് ആണ് മാർക്ക് ചെയ്തത്. ദെൻ ഫസ്റ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസി ഈസ് വൺ ടൈൽഡ് ആണ്, 5% ആണ്. സോ 5%ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? രണ്ടുകൂടെ കോയിൻസൈഡ് ചെയ്യുന്ന 1.833. So what is 5% level of significance with degree of freedom 9 ആണെന്നുണ്ടെങ്കിൽ ടീന്റെ വാല്യൂ എന്താണ്? 1.833 ആണ്. സോ അവിടെ വരുന്നത് ഫസ്റ്റ് കേസിൽ
ഇവിടെ വരിക വാല്യൂ ടിന്റെ വാല്യൂ ടേബിൾ വാല്യൂ ഈസ് 1.833 ആണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ടി alpha is 5% of 0.05 with a 9 degrees of freedom is 1.833. Then find the value corresponding to 1% level of significance. So for one-tailed test, 1% in level of significance corresponding ആയിട്ട് 1% level of significance correct ആയിട്ട് നോക്കുമ്പോൾ table value is 2.821. ടേബിൾ വാല്യൂ വരുന്നത് എന്താണ് 2.821. ഡിഗ്രി ഓഫ് ഫ്രീഡം സെയിം ആണ് 9 തന്നെയാണ്. സോ ഹിയർ ടി ഈസ് 2.821. T001 1% level of significance with 9 degrees of freedom is 2.821. ഇനി ഓരോ കേസിലും കമ്പയർ ചെയ്യുക. നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ 3.162 ആണ്. ഫസ്റ്റ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ our calculated value is 3.162. The calculated value that is numerically greater than the table value 1.833. At 5% level of significance നോക്കുമ്പോൾ our calculated value is numerically greater than the new table value. So what's the conclusion? If calculated value is numerically greater than table value, then reject H naught. അതല്ലേ നമ്മുടെ കൺക്ലൂഷൻ. എന്തായിരുന്നു? ആ റിജക്ട് ചെയ്യണം, റിജക്ട് H naught. ഇനി അറ്റ് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റഡ് വാല്യൂ ന്യൂമറിക്കലി എന്താണ് 3.162 തന്നെയാണ്. സോ ഇതും എന്താണ് ഗ്രേറ്റർ ദാൻ 2.829 ആണ്, സോറി 821 ആണ്. സോ ഈ കേസിൽ നമുക്ക് ആരെ റിജക്ട് ചെയ്യാം? H നോട്ടിനെ റിജക്ട് ചെയ്യാം. അപ്പോൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ഫോർ നോർമൽ പോപ്പുലേഷൻ ഇത്രയുമാണ്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. താങ്ക് യു.